Hi friends, welcome to the second episode of Fly High English TV. In the first episode, we discussed about how to greet others in English. Today, we are going to do the second part of greetings. Okay? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതിൽ സെക്കൻഡ് പാർട്ട്, അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന 2-3 സെൻറ്റൻസ് ചിലപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരാം. നിങ്ങൾക്ക് അവിടെ മടുപ്പ് തോന്നരുത്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഗ്രീറ്റിങ്സ് നമ്മൾ പാർട്ട് 2, രണ്ടാമത്തെ ഗ്രീറ്റിങ്സിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കോൺവെർസേഷൻ 1, 2 ഫസ്റ്റ് 1-ൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോൺവെർസേഷൻ 3 നോക്കാം. പറയണം, ഹലോ, ഹൗ ഈസ് എവറിത്തിങ്. ഇതേ സെൻറ്റൻസ് നമ്മൾ അവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഹലോ, ഹൗ ഈസ് എവറിത്തിങ്, ഹൗ ഈസ് എവറിത്തിങ്, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, സുഖമല്ലേ. ബി, ഫൈൻ, ഓക്കെ, കൊള്ളാം അല്ലേ. താങ്ക്സ്, ഹൗ അബൌട്ട് യു. അപ്പം നമ്മളവിടെ ആൻഡ് യു എന്നല്ലേ ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ ആളെന്താ പറഞ്ഞത്? ഐ ആം ഫൈൻ ഓർ പ്രെറ്റി വെൽ, ആൻഡ് യു അങ്ങനെ ചോദിച്ചില്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഹൗ അബൌട്ട് യു. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക്സ്, ഹൗ അബൌട്ട് യു. ഓക്കെ, ദെൻ ജസ്റ്റ് ഫൈൻ. ഓക്കെ, ജസ്റ്റ് ഫൈൻ. വാട്ട്സ് ന്യൂ, പുതിയ വിശേഷങ്ങൾ എന്താ. അപ്പോൾ ഈ വാട്ട് ഈസ് അതിൻ്റെ ഷോർട്ട് ഫോം വാട്ട് ഈസ്. ഓക്കെ, വാട്ട് ഈസ്, അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമാണ് വാട്ട്സ്. ഓക്കെ, വാട്ട്സ് ന്യൂ, പുതിയ വിശേഷങ്ങൾ എന്താ. അപ്പോൾ ഈ വാട്ട്സ് ന്യൂ എന്ന് എപ്പോഴെന്നാണോ ചോദിക്കേണ്ടത്? അതായത് ഇപ്പം നമ്മൾ കണ്ടിട്ട് ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു മന്ത്, ഒരു മാസമൊക്കെ ആയി എന്ന് വിചാരിച്ചു. ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും കാണും, ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുമ്പോഴാണ് എന്താണ് പുതിയ വിശേഷം എന്ന് ചോദിക്കുന്നത്. ഓക്കെ, വാട്ട്സ് ന്യൂ. സന്ദർഭം മനസ്സിലാക്കി ചോദിക്കാൻ പഠിക്കുക. ഓക്കെ, വാട്ട്സ് ന്യൂ. ഇപ്പം നമ്മൾ അന്ന് കണ്ടിട്ട് കുറച്ച് ദിവസം മുമ്പേ കണ്ടിട്ട് പിന്നെ ഇന്നാണ് കാണുന്നത്, അപ്പോഴാണ് ചെയ്യുന്നത് വാട്ട്സ് ന്യൂ. ഓക്കെ, വാട്ട്സ് ന്യൂ. Then B. Then what is B's response? Nothing much. പുതിയതായിട്ടൊന്നുമില്ല. ഓക്കെ, കൂടുതലായിട്ടൊന്നുമില്ല. ക്ലിയർ, നത്തിങ് മച്ച്. ഓക്കെ, സോ അതൊക്കെ ആ ഒരു സെൻസിൽ തന്നെ ആ ഒരു ആശയം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഹലോ, ഹൗ ഈസ് എവറിത്തിങ്. ബി, ഫൈൻ, താങ്ക്സ്, ഹൗ അബൌട്ട് യു. ജസ്റ്റ് ഫൈൻ, വാട്ട്സ് ന്യൂ, എന്താ പുതിയ വിശേഷം. ബി, നത്തിങ് മച്ച്. ഓക്കെ, നത്തിങ് മച്ച്. Then I hope it is clear for you. Then we can jump into conversation 4. Okay, then I am pleased to meet you. I am pleased to meet you. Pleased to meet you. Pleased അധികം നമ്മൾ പുറത്തേക്ക് കേൾക്കേണ്ട കാര്യമില്ല. I am pleased. I am pleased to meet you. Okay, I am pleased to meet you. ഓക്കെ, താങ്കളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതേപോലെയുള്ള ഒരു സെൻറ്റൻസ് ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നു. അത് വേറൊരു രീതിയിലാണ് നമ്മൾ എഴുതിയത്, അല്ലേ? ഇപ്പം എന്താ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇറ്റ്സ് ഗുഡ് ടു സീ യു എഗെയിൻ ആണ് അവിടെ യൂസ് ചെയ്തത് നമ്മൾ. ഇറ്റ്സ് ഗുഡ് ടു സീ യു എഗെയിൻ, താങ്കളെ വീണ്ടും കണ്ടതിൽ സന്തോഷം, അല്ലേ? ഇവിടെ പറഞ്ഞെന്താ? ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് യു, താങ്കളെ കണ്ടതിൽ സന്തോഷം. ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് യു. ഓക്കെ, ഇപ്പോൾ സെൻറ്റൻസ് പഠിച്ചു വെക്കുക. താങ്കളെ കണ്ടതിൽ സന്തോഷം. ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് യു. ഓക്കെ, ഇതിൻ്റെ ഒക്കെ പല വേർഷൻസ് ഉണ്ട്, അത് നമ്മൾ കൂടുതൽ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ ബി, ദ പ്ലഷർ ഈസ് മൈൻ, എനിക്കും സന്തോഷം. ഓക്കെ, അപ്പോൾ ദ പ്ലഷർ ഈസ് മൈൻ. ഓക്കെ, സന്തോഷം എൻ്റേതാണെന്നുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട അങ്ങനത്തെ ആവശ്യമില്ല. അപ്പോൾ എനിക്കും സന്തോഷം തന്നെ നമ്മൾ പറയുമല്ലോ, ദ പ്ലഷർ ഈസ് മൈൻ. ഓക്കെ, അപ്പോൾ എനിക്ക് സന്തോഷമായി എന്നുള്ള അർത്ഥം. ദെൻ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഹാവിൻ്റെ കൺട്രാക്ഷനാണ് കേട്ടോ. ഐ ഹേർഡ് റിയ സ്പീക്ക് അബൌട്ട് യു ഓഫൺ. ഇത് നല്ലൊരു പ്രയോഗമാണ്, പഠിച്ചു വെക്കുക. ഐ ഹേർഡ് കേട്ടു. ഓക്കെ, ഐ ഹേർഡ് റിയ സ്പീക്ക് അബൌട്ട് യു ഓഫൺ. ഓഫൺ എന്ന് പറഞ്ഞാൽ എന്താ? കൂടെ, മിക്കവാറും എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ I have heard Riya speak about you often. Okay,
റിയ നിന്നെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. നമ്മൾ പറയാറില്ലേ അത്? നമ്മളിപ്പോൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ റിയ നിന്നെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് പറയാറുണ്ടാവും കേട്ടോ എന്ന് പറയാറില്ലേ? അതന്നെ ഇത്. അപ്പോൾ ഐ ഹേർഡ് റിയ സ്പീക്സ് അബൌട്ട് യു ഓഫൺ. ഐ ഹേർഡ് റിയ സ്പീക്ക് അബൌട്ട് യു ഓഫൺ. ഓക്കെ. ഇനി ദെൻ ബി ഓൺലി ഗുഡ് തിങ്സ് ഐ ഹോപ്പ്. അപ്പോൾ ബി പറയുന്ന മറുപടി എന്താ? ബി എന്താണ് മറുപടി പറയുന്നത്? ഓൺലി ഗുഡ് തിങ്സ് ഐ ഹോപ്പ്. ഓൺലി ഗുഡ് തിങ്സ് ഐ ഹോപ്പ്. അതായത് നല്ല കാര്യങ്ങളല്ലേ പറയാറുള്ളൂ അല്ലേ? ബി ഒരു തമാശ മട്ടിൽ പറയാണ്. ഓൺലി ഗുഡ് തിങ്സ് ഐ ഹോപ്പ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. എ ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് യു. താങ്കളെ കണ്ടതിൽ സന്തോഷം. ദ പ്ലഷർ ഈസ് മൈൻ. അപ്പോൾ രണ്ടാമത്തെ ആളും പറയണേ. ഓക്കെ, ദ പ്ലഷർ ഈസ് മൈൻ. പ്ലഷർ മീൻസ് സന്തോഷം. ഓക്കെ, ഹാപ്പിനെസ്. ദെൻ ഐ ഹേർഡ് റിയ സ്പീക്ക് അബൌട്ട് യു ഓഫൺ. റിയ നിന്നെക്കുറിച്ച് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഓക്കെ. ദെൻ ബി ഓൺലി ഗുഡ് തിങ്സ് ഐ ഹോപ്പ്. ഓക്കെ, ഓൺലി ഗുഡ് തിങ്സ് ഐ ഹോപ്പ്. ഓക്കെ. അപ്പോൾ ആ ടോൺ കൊടുത്തിട്ട് ആ ഒരു ആശയം മനസ്സിലാക്കി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് പഠിച്ച കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇന്ന് പഠിച്ചത് എന്താണ്? ഹൗ അബൌട്ട് യു. അവിടെ നമ്മൾ വാട്ട് അബൌട്ട് യു എന്നാണ് ചോദിച്ചത്. അവിടെ ഹൗ അബൌട്ട് യു. താങ്കൾക്കും സുഖമല്ലേ എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. ദെൻ ഇത് പല സന്ദർഭങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ദെൻ വാട്ട്സ് ന്യൂ. പുതിയ വിശേഷങ്ങൾ എന്താണ്? പിന്നെന്താണ്? ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് യു. ദ പ്ലഷർ ഈസ് മൈൻ. ഐ ഹേർഡ് റിയ സ്പീക്സ് അബൌട്ട് യു. അപ്പോൾ ഇവിടെ റിയയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് പേരും കൊടുക്കാം. ഐ ഹേർഡ്, ഹി, ഷീ ഒക്കെ പറയാതെ കേട്ടോ ഒരാളുടെ പേര്. അല്ലെങ്കിൽ ഐ ഹേർഡ് മൈ മദർ സ്പീക്ക് അബൌട്ട് യു ഓഫൺ. എൻ്റെ അമ്മ നിന്നെക്കുറിച്ച് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ മൈ മദർ, മൈ ഫാദർ, യുവർ ഫാദർ അങ്ങനെയൊക്കെ നമുക്കത് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ കൂടുതൽ എക്സാമ്പിൾസ് നമ്മളായിട്ട് ഉണ്ടാക്കി പഠിക്കണം. ഓക്കെ, എന്നാലേ അത് നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ദെൻ ഓൺലി ഗുഡ് തിങ്സ് ഐ ഹോപ്പ്. ക്ലിയർ? ഓൺലി ഗുഡ് തിങ്സ്, നല്ല കാര്യങ്ങളല്ലേ പറയാറുള്ളൂ. ഐ ഹോപ്പ്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കോൺവെർസേഷൻ 3 and 4 ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇറ്റ് ഈസ് ഗുഡ് ടു സീ യു അഗെയിൻ. നമ്മളൊരു സെൻറ്റൻസ് പഠിച്ചല്ലേ? ഇറ്റ് ഈസ് ഗുഡ് ടു സീ യു അഗെയിൻ. അതുപോലെ ദ പ്ലഷർ ഈസ് മൈൻ. ക്ലിയർ? ദെൻ ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് യു അഗെയിൻ. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസിൻ്റെ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ നമുക്ക് നോക്കാം. ഓക്കെ. ദെൻ നമുക്ക് മറ്റൊരു സെൻറ്റൻസ്. ഇപ്പം നമ്മൾ ഒരാളെ അവിചാരിതമായിട്ട് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക? അല്ല നോക്കൂ ഇതാരാ എന്ന് പറയില്ലേ? ഗ്രീറ്റിങ്സ് അതും ഒരു തരം ഗ്രീറ്റിങ്സ് തന്നെയാണ് അല്ലേ? അവരെ കണ്ടത് നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മളുടെ ഫ്രണ്ടിനെ, ഒരു ബാല്യകാല സുഹൃത്തിനെ നമ്മൾ വളരെ പെട്ടെന്ന് വിചാരിതമായി കാണുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ കാണുമെന്ന് വിചാരിച്ചോളൂ. നമ്മൾ കോളിംഗ് ബെല്ലടിച്ച് ഡോർ തുറക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ കൂട്ടുകാരനാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലുക്ക് ലുക്ക് ഹു ഈസ് ഹിയർ. ആരവിടെ? ഓക്കെ, ലുക്ക് ഹു ഈസ് ഹിയർ. ഓക്കെ, ആരാ വന്നിരിക്കുന്നത്? ഹു ഈസ് ഹിയർ. ഓക്കെ, ആരാ അവിടെ? ലുക്ക് ഹു ഈസ് ഹിയർ. ഓക്കെ. ദെൻ അപ്പോൾ എ ഇങ്ങനെ പറയുമ്പോൾ ബി പറയണം ആർ യു സർപ്രൈസ്ഡ്. ആർ യു, ഇത് വളരെ ഒരു ആശ്ചര്യത്തോടെയാണ് നമ്മൾ ആ ഒരു ടോണിൽ തന്നെ പറയട്ടോ. ആർ യു സർപ്രൈസ്ഡ്. ആർ യു സർപ്രൈസ്ഡ് ടു സീ മീ. എന്നെ കണ്ടതിൽ നിനക്ക് നീ സർപ്രൈസ്ഡ് ആയോ എന്നാണ് ചോദിക്കുന്നത്. ആർ യു സർപ്രൈസ്ഡ് ടു സീ മീ. ഓക്കെ, ഒരു അതിശയോക്തിയാണ്. ആർ യു സർപ്രൈസ്ഡ് ടു സീ മീ. ഓക്കെ. ദെൻ എ റിപ്ലൈ ചെയ്യണം ഷുവർ ഷുവർ. ഓക്കെ, ഷുവർ, തീർച്ചയായും. ഓക്കെ. ഐ തോട്ട് യു വേർ ഇൻ ചൈന. ഓക്കെ, നീ ചൈനയിലായിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ഐ തോട്ട് ഞാൻ കരുതി. ഓക്കെ, യു വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു. ഓക്കെ, അപ്പം ഞാൻ കരുതി. ഓക്കെ, ഞാൻ കരുതി നിങ്ങൾ ചൈനയിലായിരുന്നു എന്ന്. ഇൻ ചൈന. ഓക്കെ, അപ്പോൾ ഐ തോട്ട് ഞാൻ കരുതി യു വെയർ ഇൻ ചൈന, നീ ചൈനയിലായിരുന്നു എന്ന്. ഓക്കെ, ഇനി ഐ തോട്ട് യു വെയർ ഇൻ ലണ്ടൻ. ഐ തോട്ട് യു വെയർ ഇൻ UK. അപ്പോൾ നമുക്കത് പിന്നെ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ് ഡെയിലി ലൈഫിൽ. ഐ തോട്ട്. ഓക്കെ, ഇപ്പം ഐ തിങ്ക് ആണെങ്കിലോ അത് പ്രസന്റ് ടെൻസ് വരിക. ഐ തിങ്ക് ഞാൻ കരുതുന്നു. ഇവിടെ ഐ തോട്ട് ഞാൻ കരുതി. ഇപ്പോൾ ഐ തിങ്ക് ഹീസ് ഇൻ ജപ്പാൻ.
എന്ന് പറയുമ്പോഴെന്താ, അവൻ ജപ്പാനിലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഐ തിങ്ക് ഹീസ് ഇൻ ജപ്പാൻ. ഇപ്പം ഐ ബിലീവ് എന്നൊക്കെ പറയാം. ഇപ്പം നമ്മൾ ഐ തിങ്ക് ആദ്യം പഠിക്കുക. ഐ തിങ്ക് ഹീസ് ഇൻ ജപ്പാൻ. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം അയാൾ ജപ്പാനിലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഐ തോട്ട് വരുമ്പോൾ കരുതി. ഐ തോട്ട് യു വെയർ ഇൻ ചൈന. ഓക്കെ, ദെൻ അപ്പോൾ ബി എന്താ പറഞ്ഞു നോക്കുക. യെസ് യെസ് ഐ വാസ്. എന്ന് പറഞ്ഞാൽ ഞാൻ ആയിരുന്നു. അതെ, ഞാൻ ചൈനയിലായിരുന്നു. ഓക്കെ, ഐ വാസ്. ബട്ട് എന്നാൽ ഐ ഗോട്ട് ബാക്ക് യെസ്റ്റർഡേ. ഇന്നലെയാണ് തിരിച്ചെത്തിയത്. ഐ ഗോട്ട് ബാക്ക് യെസ്റ്റർഡേ. ഓക്കെ, ഐ ഗോട്ട് ബാക്ക് യെസ്റ്റർഡേ. അവിടെ നമ്മൾ പുറമേ കേൾക്കേണ്ട കാര്യമില്ല. ഐ ഗോട്ട് ബാക്ക് യെസ്റ്റർഡേ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്തല്ലോ. എ, ലുക്ക് ഹു ഈസ് ഹിയർ. ഓക്കെ, ആരായത് നോക്കൂ. ബി, ആർ യു സർപ്രൈസ്ഡ് ടു സീ മീ. എന്നെ കണ്ടതിൽ നീ സർപ്രൈസ്ഡ് ആയോ? ആർ യു സർപ്രൈസ്ഡ് ടു സീ മീ? എ, ഷുവർ. ഐ തോട്ട്, തീർച്ചയായും. ഐ തോട്ട് യു വെയർ ഇൻ ചൈന. നീ ചൈനയിലായിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. ഓക്കെ, ദെൻ ബി, യെസ് ഐ വാസ്. ബട്ട് ഐ ഗോട്ട് ബാക്ക് യെസ്റ്റർഡേ. ക്ലിയർ. ഇപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, കുറച്ച് മുമ്പേ പഠിച്ചൊരു സെൻറ്റൻസ് എന്തായിരുന്നു. അപ്പോൾ എ പറയണം. I've heard Lena speak about you. ഓക്കെ, ലീന നിന്നെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു, അല്ലെങ്കിൽ ലീനയെ കുറിച്ച് സംസാരിക്കാറുണ്ട്, പറഞ്ഞിരുന്നു എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, നിന്നെ കുറിച്ച് സംസാരിക്കാറുണ്ട് ലീന. ഐ ഹാവ് ഹേർഡ് ലീന സ്പീക്ക് അബൌട്ട് യു. ഓഫൺ എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, തന്നെ. അപ്പോൾ ബി പറയണേ. ഓ ഷുവർ, റിയലി ശരിക്കും, അപ്പോൾ ബി പറയണ. ടെൽ ഹർ I asked after her. Another wonderful usage. I asked after her. അവളോട് ഞാൻ അന്വേഷിച്ചതായി പറയണം. ഓക്കെ, ടെൽ ഹർ, അവളോട് പറയോ. ഐ ആസ്ക്ഡ് ആഫ്റ്റർ ഹർ. ഇതങ്ങനെ തന്നെ പറയണം കേട്ടോ. ഐ ആസ്ക്ഡ് ആഫ്റ്റർ ഹർ. ഓക്കെ, അപ്പോൾ ടെൽ ഹർ, അവളോട്. ഇപ്പോൾ ടെൽ ഹിം എന്നാകുമ്പോൾ അവനോടാണെങ്കിൽ ടെൽ ഹിം ഐ ആസ്ക്ഡ് ആഫ്റ്റർ ഹിം എന്ന് പറയണം. ഓക്കെ, അപ്പോൾ അവളോട് പറയുമോ ഞാൻ അവളെ അന്വേഷിച്ചതായിട്ട്. ഓക്കെ, അപ്പോൾ ഐ ആസ്ക്ഡ് ആഫ്റ്റർ സ്പീക്ക് അബൌട്ട്. ഇത് രണ്ടും മാറിപ്പോകരുത്. സ്പീക്ക് അബൌട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ കുറിച്ച് സംസാരിക്കാറുണ്ട്, പറയാറുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അന്വേഷിച്ചതായിട്ട് പറയുമെന്നാണ്. ഞാൻ അവളെ അന്വേഷിച്ചതായിട്ട് പറയും. ഐ ആസ്ക്ഡ് ആഫ്റ്റർ ഹർ. ഓക്കെ, ടെൽ ഹർ ഐ ആസ്ക്ഡ് ആഫ്റ്റർ ഹർ. ഞാൻ അവളെ അന്വേഷിച്ചതായിട്ട് പറയോ. ക്ലിയർ. അപ്പോൾ ഇത്രയും ക്ലിയർ ഇല്ലേ? അപ്പോൾ കോൺവെർസേഷൻ 3 and 4 and 5 ഇത്രയും നമ്മളിന്ന് 3 കോൺവെർസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് ഓരോ സെൻറ്റൻസുകളും നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഹോപ്പ് you all have understood today's session. Thank you so much. Bye.